തിരുവല്ലയിൽ ഒരു സ്പായിൽ നടന്ന സംഭവം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ആ സ്പായിലേക്ക് ഉച്ചകഴിഞ്ഞ് ഒരു 6 പേര് കടന്നു വരും. അത് ഒരു കാപ്പ കേസിൽ തന്നെ പ്രതിയാണ്. ഒരുപാട് കേസുകളിലും ഒക്കെ പ്രതി ചേർക്കപ്പെട്ട ഒരുത്തനാണ് സുബിൻ. അവനും അവൻ്റെ കൂട്ടാളികളും കൂടെ അങ്ങോട്ട് കയറി വരുന്നു. എന്നിട്ട് അവിടെ ഗുണ്ടാപ്പിരിവ് ചോദിച്ചു എന്നാണ് ആദ്യം മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ത്രീകളും ഏതോ ഒരു കസ്റ്റമറുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഒരു ജീവനക്കാരി ആ പെൺകുട്ടിയെ, ഇതൊക്കെ വളരെ കഷ്ടപ്പെടുന്നവരാണ്, ചെറിയ ശമ്പളത്തിന് വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്, അതിനെ വലിച്ചഴിച്ച് നേരെ അകത്ത മുറിയിലോട്ട് കൊണ്ടുപോയി ഇവന്മാർ ബലാത്സംഗത്തിന് ഇരയാക്കി. എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ പീഡനമായിരുന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. നമുക്ക് കേൾക്കാം. അതിൻ്റെ വിവരണം കേട്ടാൽ ഞെട്ടിപ്പോവും. അങ്ങനെയുള്ള അത്രത്തോളം ക്രൂരമായ ഒരു ബലാത്സംഗം. എന്നിട്ട് ഓരോരുത്തരും ബലാത്സംഗം ചെയ്യുന്നത് വേറെ ആളുകൾ ഫോട്ടോയും പകർത്തും. നഗ്ന ദൃശ്യങ്ങളെല്ലാം പകർന്നു കാണും. പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അയാളെ വിവസ്ത്രനാക്കിയിട്ട് അയാളെയും കൂടെ നിർത്തി ഇതേപോലുള്ള ഫോട്ടോകൾ ഒക്കെ എടുത്തു. ഈ പെൺകുട്ടി പറയുന്നത് കേട്ടാൽ മനസ്സിലാവുന്നത്, വേറെ ജീവനക്കാരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവളുടെ സഹായം ഇതിനുണ്ടായിരുന്നാണ് പറയുന്നത്. അവൾ അത് ചിരിക്കുകയും അവരോട് സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഉടമ, ഈ സ്പായുടെ ഉടമ നൽകുന്ന വിവരണം കുറേ കൂടെ വ്യത്യസ്തമായിട്ടുള്ള വിവരണമാണ്. ഈ സംഭവം നടന്നു, ഇത് യഥാർത്ഥത്തിൽ ഒരു കൊട്ടേഷൻ ബലാത്സംഗമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ കയറി ഇതുപോലെ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്പായുടെ ഉടമ, അതായത് ഇദ്ദേഹത്തിൻ്റെ എതിരാളി, ബിസിനസ്സിലുള്ള ഒരു എതിരാളി ചെയ്യിച്ചതാണ്, ഈ ക്രിമിനൽസിനെ അയച്ച് ചെയ്യിപ്പിച്ചതാണെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ പോലീസുകാർ സ്ഥിരമായിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ, തിരുവല്ല ഇന്ന് ഉള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് പിരിവ് എടുത്തുകൊണ്ടിരിക്കും. സ്പാ എല്ലാ മാസവും ഇങ്ങനെ സ്ഥിരമായിട്ട് കാശ് കൈപ്പറ്റുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ അവർക്ക്. ഇല്ലെങ്കിൽ ഇത് നടത്താൻ ഒക്കത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ ആ പോലീസും ഈ ഗുണ്ടകളും തമ്മിലൊരു അവിശുദ്ധ ബന്ധമുണ്ടെന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഇത് നടന്നതെന്നും ഒക്കെ അയാൾ ആരോപിക്കുന്നത്. അപ്പോൾ അതിലെ 2 പ്രതികളെ പിടികൂടി. ബാക്കി 4 പ്രതികൾ ഇപ്പോഴും ഒടുവിൽ തന്നെ. അവന്മാർ സംസ്ഥാനം വിട്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തോ ആയാലും ശരി, ഈ അവിടെ നടന്നേക്കുന്ന സംഭവം എന്ന് പറയുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഏതൊരു വ്യവസായ ബിസിനസ് ഒരു സംരംഭത്തിലും വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. കേരളത്തിൽ ആ രീതിയിൽ വന്നു തുടങ്ങി. ഇത് കേരളം തന്നെ ആണോ ഇപ്പം എന്നുള്ള ഒരു സംശയം നമുക്ക് വരും. കാരണം ഇത്രത്തോളം വൃത്തികേട് ഒക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു സംശയം നമുക്കില്ലാതിരിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ ഈ ഉടമയുണ്ടല്ലോ, അയാൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. അപ്പോൾ അയാൾ അതിന് കംപ്ലൈൻറ്റൊന്നും അയാൾ കൊടുത്തൊന്നുമില്ല. അയാൾ ഈ സംഭവത്തിന് മൊഴി കൊടുത്തു. അയാൾ മൊഴി കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോയി. കാരണം അയാൾക്കും ജീവനെ പേടിയുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ. കാരണം ഇവരൂടെ കളിക്കുന്നത്. അപ്പോൾ അത് ഗുണ്ടാപ്പിരിവല്ല എന്നുള്ളത് തന്നെയാണ് അയാൾ ആദ്യം പറഞ്ഞത്. ഗുണ്ടാപ്പിരിവെന്ന് തോന്നിപ്പിക്കാവണം. അവിടെ എന്തെങ്കിലും പറഞ്ഞൊരു കാശ് എന്ന് ചോദിക്കും, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇതേ പണികളാണ്. അങ്ങനെ ചെയ്ത് അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ട് ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന വിധത്തിലാണ് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ കഷ്ടമായിപ്പോയി. അപ്പോൾ ഇത് ബിസിനസ്സിൽ എതിരാളികളായത് ചെയ്യിപ്പിച്ചെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കണം ഇനി അവർക്കും ഇത് തന്നെ നാളെ സംഭവിക്കാം എന്ന് കരുതണം. ഒരു വ്യാപാരം പൂട്ടാൻ അല്ലെങ്കിൽ ആ വ്യാപാര സ്ഥാപനത്തെ പറ്റിക്കാനായിട്ട് ഈ പാവപ്പെട്ട സ്ത്രീയെ എന്തിനും ഉപദ്രവിച്ചെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു പാവം പെൺകുട്ടി, അത് ചെറിയ ചെറിയ പൈസയ്ക്കാണ് ഇവരൊക്കെ ജോലിക്ക് വരുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ ഉപദ്രവിക്കുക അത് ആ പെൺകുട്ടിയെ തന്നെ അതിൻ്റെ ജീവൻ തന്നെ നശിപ്പിച്ചതല്ലേ, ആ രീതിയിലല്ലേ പോകുന്നത്. അതിന് ആ ട്രോമ, ആ മെൻ്റൽ ട്രോമ ഉണ്ടായ ആ ഷോക്ക് എത്ര നാൾ നീണ്ടു നിൽക്കും
ആലോചിച്ച് നോക്കിയുള്ളൂ. അത്രത്തോളം ഈ 6 പേര് കയറി ഉപദ്രവിക്കല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയേണ്ടത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇനി നിർബന്ധമായിട്ടും ഒരു സെക്യൂരിറ്റിക്കെങ്കിലും ആരെങ്കിലും വേണം. ആ രീതിയിലുണ്ടെങ്കിലേ ഈ സ്ത്രീകളെ വർക്ക് ചെയ്യിപ്പിക്കാവുള്ളൂ അവിടെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇതുപോലെ ആർക്കും എപ്പോഴും കടന്നു വരാം, ഇതുപോലെ ഉപദ്രവിക്കാം. ഏതൊരു വ്യാപാര സ്ഥാപനത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും? സെയിൽസ് ഗേൾസായിട്ട് മാത്രം പെൺകുട്ടികൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളില്ലേ? അവിടെയൊക്കെ ഇതുപോലെ ചെന്ന് കയറിയാൽ എന്ത് ചെയ്യും? അങ്ങനെ പെൺകുട്ടികളെ മാത്രം ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ടും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെങ്കിലും ഒരാളെങ്കിലും വേണം വെളിയിൽ. കാരണം ഇങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ഇതിൻ്റെ വിവരമെങ്കിലും കിട്ടുമല്ലോ പൊതുജനങ്ങൾക്കെങ്കിലും. ഇതൊന്നും അറിയാൻ വയ്യാതെ പോയി. ഇത് ഈ പെൺകുട്ടിയെ പിച്ചി ചീന്തിയതാണ് 6 പേര് ചേർന്ന്. വളരെ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇനി അതിന് ഈ പോലീസിന് ഇവിടെ മാസപ്പടി ഇവിടെ കൊടുക്കുന്നു. പണ്ട് ഈ അബ്കാരി മുതലാളിമാരും ഒക്കെ മാസപ്പടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിപ്പോഴും കാണുമായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും അത് മണിച്ചൻ്റെ ഡയറി എന്നൊക്കെ നമ്മൾ പണ്ട് കണ്ടതാണ്. മാസപ്പടി ഇവിടെ കണക്കെഴുതി വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ മാസപ്പടി ഉണ്ട്, പോലീസിന് മാസപ്പടി ഉണ്ട് എന്ന്. ഇല്ലെങ്കിൽ ഈ സ്ഥാപനം നടത്തണമെങ്കിൽ ഈ പോലീസിന് മാസപ്പടി കൊടുക്കാതെ നടത്താൻ ഒക്കത്തില്ല. കാരണം അവിടെ റെയ്ഡും ഇതും എന്നൊക്കെ പറഞ്ഞങ്ങ് കയറി കഴിഞ്ഞാൽ ആ സ്ഥാപനം നശിച്ചു പോകും. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ കാശ് കൊടുക്കേണ്ടത്, പണം കൊടുക്കേണ്ടത്. ആ മാസപ്പടി പറ്റുന്ന ആ പോലീസുകാരാരാണെന്നും ഒക്കെ ഒന്ന് അന്വേഷിക്കണം. അത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് സത്യമാണ്. അയാൾ പറയുന്നത് കേട്ടാൽ നമുക്കറിയാം. അപ്പോൾ ഈ പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, അവിശുദ്ധ കൂട്ടുകെട്ട്, അതേപോലെ തന്നെ ഇതേപോലെ മാസപ്പടി വാങ്ങുന്ന ആ രീതി പോലീസിൻ്റെ, ഇതൊക്കെ അവസാനിപ്പിക്കണം. അതിന് ശരിയായ അന്വേഷണം വേണം. അല്ലാതെ വെള്ളപൂശി കൊണ്ട് മാത്രം ചുമ്മാ ഇരുന്നിട്ട് പോലീസുകാർ അങ്ങനെയൊന്നും ചെയ്തല്ല, വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല എന്ന് വിളിച്ചു പറയുന്നതല്ല വേണ്ടത്. അത് പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോ കേസുകൾ ഒതുക്കാനും ഒക്കെ ഇവിടെ ഇപ്പം പരസ്യമായ രീതിയിലല്ലേ ഇപ്പോൾ അതങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പോലീസിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരും, അതിൻ്റെ മേലധികാരികളുടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ കുറേ കേസുകൾ കണ്ടതാണ്. അത് ഏതൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നമുക്ക് വളരെ അടുത്ത ഈ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ തന്നെ വെച്ച് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോലീസിന് ഈ കേസുകൾ ഒതുക്കുക, എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും പണമുള്ളവൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്നും ഇല്ലാതാകുക, ആ രീതിയിൽ ആക്കുക. ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരരുത്. പോലീസ് എന്ന് പറഞ്ഞാൽ അതല്ല. പക്ഷേ നമ്മുടെ പോലീസ് ഇപ്പോൾ അവരുടെ ഭരണ നേതൃത്വത്തിൻ്റെ കുഴപ്പം തന്നെയാണ്, അധപ്പതിച്ചുപോയി. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കേരളം തന്നെയാണോ ഇത്? ഒന്നുകൂടെ ചിന്തിക്കണം.